നമസ്കാരം, ഫുട്ബോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ്, കുറച്ച് ഹിയർ വി ഗോ മെറ്റൊക്കെ വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് തന്നെ കെവിൻ ഡിബ്രൂന ടു നാപ്പളി. ഹിയർ വി ഗോ 2-year കോൺട്രാക്ട് വിത്ത് ആൻ ഓപ്ഷൻ ഫോർ 1 more year നാപ്പളി കെവിൻ ഡിബ്രൂനെ സൈൻ ചെയ്യുക ഫ്രീ ഏജന്റ് ആയിട്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ റിയലി ഗുഡ് മൂവ്. കെവിൻ ഡിബ്രൂന ആൻഡ് സിരിയ സൂപ്പർ മൂവ്. സോ അവിടുന്ന് നമ്മൾ അടുത്ത അപ്ഡേറ്റോട്ട് പോകാനായിട്ടാണെങ്കിൽ മറ്റൊന്നുമല്ല, സിറ്റി മറ്റൊരു വണ്ടർ കിഡിന്റെ ക്ലോസ് ഡൗൺ ചെയ്യുകയാണ്. മറ്റാരുമല്ല, നോർവീജിയൻ ലീഗിൽ എന്താ പറയുക, അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന റോസൻബർഗിന് വേണ്ടി കളിക്കുന്ന സെവരൈൻ ഐപ്പാൻ. സോ എക്സാക്ട്ലി പ്രൊണൗൺസിയേഷൻ കറക്റ്റാന്ന് തോന്നുന്നു. ഈ പ്ലെയറുമായിട്ട് ആർസണൽ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ലിങ്ക്ഡ് ആയിരുന്നു. നെക്സ്റ്റ് ഒഡിഗാർഡ് എന്നൊക്കെ ഉള്ള രീതിയിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് നോർവേയിൽ നിന്ന്. ഒരു നോർവേജിയൻ ക്ലബിൽ നിന്നും ട്രാൻസ്ഫർ ആവാൻ പോകുന്ന റെക്കോർഡ് ഫീക്കായിരിക്കും ഈ 18 വയസ്സുകാരനെ സിറ്റി വാങ്ങിക്കാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യുന്നതിന്റെ വക്കീലാണ്. കോൺട്രാക്ട് റോസൻബർഗും സിറ്റിയും തമ്മിലൊരു പ്രൈസിൽ എത്തിയെന്നും കേൾക്കുന്നുണ്ട്. സോ പ്ലെയറുമായിട്ട് ഫൈനൽ വേജസിന്റെ കാര്യത്തിലും ഫൈനൽ കോൺട്രാക്ട് സിറ്റുവേഷൻ്റെ കാര്യം, വേജസിന്റെ കാര്യം ഏറ്റവും ഡിസൈഡ് ചെയ്യണം. കൂടാതെ ആളെ നെക്സ്റ്റ് സീസൺ ലോണിന് വിടാനായിട്ടാണ് സിറ്റിയുടെ തീരുമാനം. മാഞ്ചസ്റ്റർ സിറ്റിയിലായിരിക്കത്തില്ല കളിക്കുക, താരമാണെങ്കിൽ ലോണിന് പോയി കളിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ലുസോലെച്ചി എങ്ങോട്ടാണ് ലോണിന് പോകുന്നതെന്ന് മറ്റുമൊക്കെ. സോ അവിടുന്ന് എന്തായാലും ഒരു സൂപ്പർ പ്ലെയർ ആണ്, ഭയങ്കര ഹൈപ്പുള്ള ഒരു പ്ലെയറാണ്. നോർവേ എന്ന് പറയുന്ന ബിഗസ്റ്റ് തിങ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഭയങ്കര ഹൈപ്പുണ്ട്. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. സോ അവിടെ നമ്മൾ മറ്റൊരു ഹിയർ വി ഗോന് വക്കിലെത്തിയെന്നാണ് തോന്നുന്നത്. ഫാബ്രിസോയിൽ കൂടുതൽ കണ്ടില്ല, പക്ഷേ സ്പെയിനിൽ നിന്ന് ചില റിപ്പോർട്ടുകൾ എന്താണെന്ന് വെച്ചാൽ തിയോ ഹെർണാണ്ടസിന് വേണ്ടി നമുക്കറിയാം അത്ലറ്റിക്കോമാരുടെ AC മിലാനുമായിട്ട് ഒരു ഡിസ്കഷൻ നടക്കുമല്ലോ. ഫൈനലി 23 million euros ഫിക്സർ പ്ലസ് ബോണസസിന്റെ ഒരു പാക്കേജ് രണ്ട് പാർട്ടീസും തമ്മിൽ അഗ്രി ചെയ്തു എന്നുള്ള രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് ഫുള്ളി ഫാബ്രിസിയോ, ഡേവിഡ് ഓൺസിനോ, സ്കൈ സ്പോർട്സ് അങ്ങനെയൊന്നും കൺഫേം ആക്കിയിട്ടില്ല. പക്ഷേ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഒരു പേഴ്സണൽ ടൈംസ് നേരത്തെ അഗ്രി ചെയ്തിരുന്നു. തിയോ ഹെർണാണ്ടസിന് അത്ലറ്റിക്കോമായിട്ട് മതി എന്ന് പറഞ്ഞായിരുന്നു. അൽ ഹിലാൽ ഓഫറൊക്കെ ആൾ റിജക്ട് ചെയ്തിരുന്നു. സോ ഇപ്പം ഫൈനലി AC മിലാനും താരോ അത്ലറ്റിക്കോ AC മിലാനും തമ്മിൽ ഡീൽ എത്തിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. സോ ലെറ്റ്സ് ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, സീരിയസ് റിപ്പോർട്ടുകൾ വരുമോ എന്ന് നമുക്ക് നോക്കാം. അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനാണെങ്കിൽ ലിയോറോ സാനെ 3-year കോൺട്രാക്ട് അറ്റ് £300,000 പെർ വീക്കിന് ഗ്യാരറ്റസറയിൽ ജോയിൻ ചെയ്യുവാണ്. ആൻഡ് ഒരു ഇംപ്രൂവ്ഡ് ഇപ്പോൾ ഏൺ ചെയ്യുന്നതിനേക്കാളും ഇൻക്രീസ്ഡ് സാലറി ആയിട്ട് ബയൺ മ്യൂണിക് ഒരു പ്രപ്പോസൽ ആളുടെ ഫ്രണ്ടിൽ വിട്ടിരുന്നു എന്ന് റിപ്പോർട്ടുകൾ വന്നെങ്കിൽ ആൾ അത് റിജക്ട് ചെയ്ത് ഗ്യാരറ്റസറയുടെ ഈ വമ്പൻ കോൺട്രാക്ട് എടുത്തിരിക്കുകയാണ്. മാൻ ഒരു 1.5 ഡീൽ തന്നെയാണ്. 300,000 മാൻ പെർ വീക്ക്, £300,000 പെർ വീക്ക്, യൂറോസിൽ. സോ അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ മാർക്ക് ഗുയിക്ക് വേണ്ടി ആർസണൽ സ്റ്റിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ സലീബയുടെ കോൺട്രാക്ട് സിറ്റുവേഷൻ റിന്യൂ ചെയ്യുകയാണ്. എന്നിട്ട് FFPയുടെ ഗ്യാപ്പ് വെച്ചായിരിക്കും കാര്യങ്ങൾ നീങ്ങുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അവിടുന്ന് അടുത്ത അപ്ഡേറ്റോട്ട് പോകാനായിട്ടാണെങ്കിൽ സെസ്കോ അൽ ഹിലാലിനെ റിജക്ട് ചെയ്തിരിക്കുകയാണ്. സോ കഴിഞ്ഞ ദിവസം സെസ്കോയുടെ മുമ്പിൽ അൽ ഹിലാൽ പ്രപ്പോസൽ ടോക്സ് തുടങ്ങി പ്രപ്പോസൽ വിടാൻ പോകാന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇന്നിപ്പോൾ ഒഫീഷ്യലി ആള് ക്ലബിനെ റിജക്ട് ചെയ്തു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് OGC നൈസിന്റെ ഗോൾ കീപ്പറായ മാർസിൻ ബുൾക്കയിൽ ഇൻട്രസ്റ്റ് ആണെന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ നമുക്കറിയാം ഇനിയോസിന്റെ തന്നെ ഓണർഷിപ്പിലുള്ള ക്ലബ്ബാണ് OGC നൈസ്. സോ ആൻഡ്രേ ഒനാനയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് ഇപ്പോൾ എമ്മി മാർട്ടിനസിന്റെ പേര് ലിങ്കായി കാണുന്നുണ്ട്. ഡൊണറൂമിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് എമ്മി മാർട്ടിനസിന്റെ ആണ് സ്ട്രോങ്ങസ്റ്റ് ലിങ്ക് കാണുന്നത്. ESPN ടെർസ്റ്റങ്ങനെ മാൻ യുണൈറ്റഡ് സമീപിച്ചു എന്ന് പറഞ്ഞ രീതി കേട്ടിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാർസിൻ ബുൾക്ക OGC നൈസിൽ നിന്ന് കൊണ്ടുവരാൻ കാര്യം എളുപ്പമായിരിക്കും. 25 വയസ്സുള്ള പോളിഷ് ഗോൾ കീപ്പറാണ്. കഴിഞ്ഞ സീസൺ OGC നൈസിന് വേണ്ടി 34 ലീഗ് മാച്ചും സ്റ്റാർട്ട് ചെയ്ത പ്ലെയറാണ്. സോ വെച്ച് കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അവിടെ അടുത്ത അപ്ഡേറ്റോട്ട് പോകാനായിട്ടാണെങ്കിൽ ലെവർകൂസൺ ആണെങ്കിൽ 2 സെന്റർ ബാക്ക് ഡീലിൽ വർക്ക് ചെയ്യുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒന്ന് ക്വാൻഷയാണ്, ലിവർപൂളിന്റെ ക്വാൻഷ. ഈ വിച്ച് ഡീലുമായിട്ട് യാതൊരു ബന്ധവുമില്ല, സെപ്പറേറ്റ് ഡീലിലാണ് വർക്ക് ചെയ്യുന്നത്. കൂടാതെ ഇപ്പം ലോയിക് ബാഡയിലും ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള ലോയിക് ബാഡ ഡീലിലും ടോക്സ് തുടങ്ങി എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ ജോണാഥൻ താര റീപ്ലേസ്മെന്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് 1 സെന്റർ ബാക്കിനെ അവർ സൈൻ ചെയ്യും. പറ്റുവാണെങ്കിൽ ബാഡയും ലോയിക് ബാഡയും അതുപോലെ തന്നെ ക്വാൻഷ രണ്ടുപേരെ എത്തിക്കാൻ ശ്രമിച്ചേക്കാം എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അവിടെ നിന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ AC മിലാൻ മാർസയുടെ മിഡ്ഫീൽഡറായ എൻഡ്രിയൻ റാബിയോട്ടിൽ ഇൻട്രസ്റ്റഡ് ആണെന്നും ടോക്സ് നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലില്ലിന്റെ മിഡ്ഫീൽഡറായ 17 വയസ്സുകാരനായ അയോബ് ബുവാദിയിലും, പ്രൊണൗൺസിയേഷൻ കറക്റ്റാന്ന് തോന്നുന്നു, അയോബ് ബുവാദിയിലും ഇൻട്രസ്റ്റഡ് ആണ്. ഫ്രഞ്ച് മിഡ്ഫീൽഡറാണ്, 17 വയസ്സുകാരനാണ് അയോബ് ബുവാദി. ലില്ലിന് വേണ്ടി കളിക്കുന്ന പ്ലെയറാണ്. 2027 വരെ താരത്തിന് കോൺട്രാക്ട് ഉണ്ട്. സോ ലെറ്റ്സ് അയോബ് ബുവാദിനെ AC മിലാൻ എത്തിക്കോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ അൽ നാസർ കിം മിൻജയിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സാൻഡി JFMന്റെ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ കിം മിൻജയും അൽ നാസറിലോട്ട് നീങ്ങാൻ ഇൻട്രസ്റ്റഡ് ആണെന്നാണ് പുള്ളി റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ ബസ്തോണി അവരൊരു ഡ്രീം ടാർഗറ്റ് ആണെന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ ബസ്തോണിനെ എത്തിക്കുക ഓൾമോസ്റ്റ്
ഭയങ്കര പാടാണ്. ഇമ്പോസിബിൾ എന്ന് പറയുന്നില്ല, ബട്ട് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്ന് പറയാം അല്ലേ, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. സോ ലെറ്റ്സ് സീ. എന്തായാലും കിം മിൻ ജെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ജൊനാഥൻ തായും അതുപോലെ തന്നെ ഉപമയ്ക്കാനും ആയിരിക്കും നെക്സ്റ്റ് സീസൺ സ്റ്റാർട്ടിങ് 2 സെൻറ്റർ ബാക്ക് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കിം മിൻ ജെയോട് പുതിയ ക്ലബ്ബ് കിം മിൻ ജെനെ വിൽക്കാൻ അവർ റെഡിയാണ് ഫോർ ദ റൈറ്റ് പ്രൈസ്. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. കൂടാതെ ഇപ്പം രാവിലെ റിപ്പോർട്ട് ചെയ്തതുപോലെ പെർസിച്ച് ബാർസലോണ ലിങ്ക്സ് സ്ട്രോങ്ങർ ആയി വരുന്നുണ്ട്. അതുപോലെ ജോൺ ഗാർഷ്യ ഡീൽ ബാർസലോണ ഹിയർ വീഗോ വന്നാലും എല്ലാവരും അറിഞ്ഞാണ്. അതുപോലെ വിച്ചിൻ്റെ ഡീൽ ഹിയർ വീഗോ വന്നാലും രാവിലെ എല്ലാവരും പറഞ്ഞു, എല്ലാവരും അറിഞ്ഞാണ്. അതുപോലെ തന്നെ വേറെ 1-2 റിപ്പോർട്ടുകൾ വരുന്നത് എന്നാന്ന് വെച്ചാൽ ചെൽസി ഗിറ്റൻസ് ഡീലിൽ നിന്ന് ആഫ്റ്റർ ക്ലബ് വേൾഡ് കപ്പ് വർക്ക് ചെയ്യുന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നായിരുന്നല്ലോ. സോ ഇപ്പോഴും മേ ബി ലാസ്റ്റ് മൂമെന്റ് ചിലപ്പോൾ ഒന്നുകൂടെ നീക്കാൻ നടത്തിയേക്കാം എന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 50 മില്യൺ യൂറോസിൻ്റെ ഒരു ഓഫറാണ് ലാസ്റ്റ് റിജക്ട് ചെയ്തത്. മേ ബി ഒരു 1 more ബിഡ് ചിലപ്പം പോയേക്കാം എന്നും വാർത്തകൾ വരുന്നുണ്ട്. എന്നും അത്ര റിലയബിൾ ആണെന്ന് അറിയത്തില്ല. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ വീണ്ടും കാര്യങ്ങൾ വരുന്നുണ്ട്. ആർസണലിൻ്റെ ഒരു ഡ്രീം സൈനിങ് ആയിരിക്കും റോഡ്രിഗോ ഈ വിൻഡോയിൽ. മിക്കേൽ ആർട്ടറ്റ ഈസ് ഒബ്സസ് വിത്ത് റോഡ്രിഗോനെ കിട്ടുവാണെങ്കിൽ തൻ്റെ പ്രോജക്റ്റ് അഥവാ ആർസണൽ ഒരു ടൈറ്റിൽ വിന്നിങ് ടീം ആവും എന്നുള്ളൊരു വിശ്വാസം അർട്ടറ്റയ്ക്ക് ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. കഴിഞ്ഞ ദിവസം അത്ലറ്റിക് ആണെങ്കിലും പറഞ്ഞിരുന്നു ഇപ്പം റോഡ്രിഗോ സിറ്റുവേഷനിൽ ഏറ്റവും അവെയറായി നിൽക്കുന്ന അഥവാ ചാടി വീഴാൻ നിൽക്കുന്ന അഥവാ മാർക്കറ്റിൽ അവൈലബിൾ ആവുകയാണെങ്കിൽ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന റൈറ്റ് നോ അറ്റ് ആർസണലാണെന്നുള്ള രീതിയിൽ. സോ ലെറ്റ്സ് സീ എന്തായാലും കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. സോ ഇതൊക്കെയാണ് ഇപ്പം നടക്കുന്ന വാർത്തകൾ. പിന്നെ കുറേ പേര് റയൽ മാഡ്രിഡ് അൾവാരോ കറാറാസിൻ്റെ കാര്യം ചോദിച്ചിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞാണ്, ഒന്നുകൂടെ പറയാണ്. അൾവാരോ കറാറാസ് ഫെർണാണ്ടസ് ക്ലബ് വേൾഡ് കപ്പിന് ജോയിൻ ചെയ്തില്ല. അൾവാരോ കറാറാസ് ഫെർണാണ്ടസിന് വേണ്ടി 40 മില്യൺ ആയിരുന്നു റയലിൻ്റെ ഫൈനൽ ഓഫർ. 48 മില്യൺ യൂറോസ് തന്നാലേ ക്ലബ് വേൾഡ് കപ്പിന് മുമ്പ് റിലീസ് ചെയ്യത്തുള്ളൂ എന്നായിരുന്നു ബെൻഫീക്കയുടെ ഡിമാൻഡ്. സോ റയൽ മാഡ്രിഡ് ആ എക്സ്ട്രാ 8 മില്യൺ പേ ചെയ്യാൻ റെഡിയല്ല. ആഫ്റ്റർ ദ ക്ലബ് വേൾഡ് കപ്പ് വീണ്ടും ഒന്നെങ്കിൽ 40 ആയിട്ടോ അല്ല റെഡ്യൂസ്ഡ് ഓഫറായിട്ട് പോകുമായിരിക്കാം. സോ ലെറ്റ്സ് സീ. എന്തായാലും ഡീൽ ഓഫൊന്നും അല്ല. എന്തായാലും ക്ലബ് വേൾഡ് കപ്പിൽ താഴെ കളിക്കത്തില്ല. മേ ബി ഇനി സെക്കൻഡ് വിൻഡോ ഓപ്പൺ ആവും 16-ാം തീയതി. അപ്പോൾ ഇനിയും വേണേൽ ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ ഇനി ആഡ് ചെയ്യുമോ ഇല്ലയോ എന്നറിയത്തില്ല. പക്ഷേ ആസ് ഓഫ് നോ കാര്യങ്ങൾ ഇങ്ങനെയാണ് നീങ്ങുന്നത് അൾവാരോ കറാറാസ് ഫെർണാണ്ടസിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ സ്റ്റില്ലർ ഡീലിലും ലാസ്റ്റ് മൊമെന്റ് അത്ഭുതങ്ങളൊന്നും ഇല്ലെങ്കിൽ പുള്ളിയും ക്ലബ് വേൾഡ് കപ്പിന് കളിക്കത്തില്ല. ക്ലബ് വേൾഡ് കപ്പിന് മുമ്പ് പുള്ളിനെ ടീമിൽ ഉൾപ്പെടുത്തത്തില്ല. മേ ബി ആഫ്റ്റർ ക്ലബ് വേൾഡ് കപ്പ് ആയിരിക്കും നെഗോഷിയേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമൊക്കെ. സോ സുബിമെൻഡി ടു റയൽ മാഡ്രിഡ് ലിങ്ക്സ് ഒക്കെ ഹൈജാക്ക് സംഭവമൊക്കെ ഫേക്ക് ആണെന്ന് ഫാബ്രിസ് ഇട്ടിട്ടുണ്ട്. എവറിത്തിങ് ഈസ് ഡൺ. ഒഫീഷ്യൽ സൈനിങ് മാത്രമേ ഇനിയും മാറ്റിയിരിക്കുന്നുള്ളൂ. അത് ജൂലൈയിൽ കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ സുബിമെൻഡി ടു ആർസണൽ ഈസ് ഡൺ. ഹി ഈസ് നോട്ട് മൂവിങ് ടു റയൽ മാഡ്രിഡ് നാളെ തറപ്പിച്ച് പറയുന്നുണ്ട്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നെന്ന്. നിങ്ങൾക്ക് എന്താണ് ഓവറോൾ ഈ ഡീൽസിനെ കുറിച്ചും മറ്റുമൊക്കെ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എംബൂമോ ഡീൽ വർക്ക് ചെയ്യുന്ന വാർത്തകൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ്. കൂടാതെ ഗ്യോക്കറസിൻ്റെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് പറയാൻ വിട്ടുപോയി. ഗ്യോക്കറസിൻ്റെ ഏജന്റും തമ്മിൽ എന്നാ പറയുക ക്ലബ്ബുകളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിട്ടാണ് 60 മില്യൺ, അതായത് ക്ലബ്ബുകളെ പെട്ടെന്ന് ഇൻട്രസ്റ്റഡ് ആക്കാനായിട്ടാണ് ഈ ഒരു ഫേക്ക് വാർത്ത അടിച്ചു വിട്ടതെന്ന് സ്പോർട്ടിങ്ങിൻ്റെ പ്രസിഡന്റ് വന്ന് പറഞ്ഞിട്ടുണ്ട്. തങ്ങൾക്ക് ഒരു ജെന്റിൽമാൻ അഗ്രിമെന്റ്, അതായത് 60 മില്യൺ യൂറോസ് പ്ലസ് 10 മില്യൺ ആഡ് ഓൺസിന് ഒരു ജെന്റിൽമാൻ അഗ്രിമെന്റ് ഞങ്ങൾ അവരുമായിട്ട് നടത്തിയിട്ടില്ല. ഞങ്ങൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 70 മില്യൻ്റെ ടോട്ടൽ പാക്കേജ് അല്ല, അതിന് മേളിലാണെന്നാണ് പുള്ളി തറപ്പിച്ച് പറയുന്നത്. സോ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ദേ ആർ ആസ്കിങ് ഫോർ 80 മില്യൺ ഫിക്സഡ് പ്ലസ് 10 മില്യൺ ആണ്. സോ ഒരു 90 മില്യൺ പ്ലസ് ഒരു പാക്കേജ് ആണ് അവർ ഇപ്പോൾ ഡിമാൻഡ് ചെയ്തതെന്നാണ് വാർത്തകൾ വരുന്നത്. സോ 70 മില്യൺ പാക്കേജ് സംഭവമൊക്കെ ഫേക്ക് ആണെന്ന് പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. 70 മില്യൺ ആളെ കിട്ടത്തില്ല, അതായത് ടോട്ടൽ പാക്കേജിന് ഒരു 90 പ്ലസ് ഒക്കെ എന്തായാലും വരുമെന്നാണ് പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. ഡു യു തിങ്ക് 90 മില്യൺ യോക്രസിൽ ഇറക്കുന്ന വേർത്തിട്ടാണോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും